അല്ല, എൻ്റെ തീരുമാനം ഇന്നലെ UDF കൺവീനർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വ്യാപനത്തിന് ശക്തി കൂട്ടിക്കൊണ്ട് ഫ്രീ റോൾ കോണുകൾ, അതായത് ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകളിലൂടെ കുട്ടികൾക്ക് എത്തുന്ന ഒരു വാർത്ത ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. അത് നിയമപരമായി എന്താണ് അതിൽ ആഭ്യന്തര? അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ചോദിച്ചത്. ഒരു കാരണവശാലും അത് അംഗീകരിക്കില്ല. ഈ ഡെലിവറി ബോയ്കളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ മയക്കുമരുന്ന് വ്യാപനം ശക്തമായി തന്നെ നേരിടും. ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഈ പരാമ്പ്രയിൽ കോഴിക്കോട് ഉണ്ടായ സംഭവം തന്നെ, അധ്യാപകർ ഉൾപ്പെട്ട സംഭവം തന്നെ വളരെ ഗൗരവമുള്ളതാണ്. അതിനകത്തൊരു ഡെലിവറി ബോയിയുടെ സാന്നിധ്യം നമുക്ക് അവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് ഡെലിവറി രംഗത്ത് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായ ആളുകളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഇതിനകത്തുനിന്ന് പിന്മാറണം. ഇത് ശരിയല്ല. ഈ ലഹരിയുടെ വ്യാപനത്തിന് നിങ്ങൾ കരുക്കളായി മാറുന്നത് ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. ശക്തമായ നടപടി ഉണ്ടാകും. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയുള്ള പ്രചരണം ഇതെല്ലാം അവസാനിപ്പിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. PMCയുടെ വിഷയത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം UDF അത് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷത്തിരിക്കെ അന്നത്തെ സർക്കാരിനെതിരെ അന്ന് BJPയുമായുള്ള രാഷ്ട്രീയ ഡീലിന്റെ ഭാഗമായിട്ടാണ് PMCയിൽ ഒപ്പിട്ടതെന്നുള്ള വലിയ രാഷ്ട്രീയ പ്രചാരണം നടത്തിയാണ് UDF അധികാരത്തിൽ വന്നത്. അല്ല, ഒപ്പിട്ടത് ആരായിരുന്നു? CPI പോലും അറിയാതെ ഒപ്പിട്ടത് ആരായിരുന്നു? ഞങ്ങളാണ് ഒപ്പിട്ടത്. അത് ഒപ്പിട്ടത് കഴിഞ്ഞ ഗവൺമെന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് CPIയുടെ പ്രതിഷേധം ഉയർന്നു വന്നല്ലോ. മന്ത്രിസഭ അറിയാതെ, മുന്നണി അറിയാതെ, മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPIയുടെ അഭിപ്രായം പോലും മാനിക്കാതെ ദ്രുതഗതിയിൽ ഒപ്പിട്ടത് ആരായിരുന്നു? പ്രതിപക്ഷത്തോട് അഭിപ്രായം ചോദിച്ചിരുന്നോ? ആ ഒപ്പിട്ട കാര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പം അത് പിൻവലിഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് ഇപ്പം ഒപ്പിട്ട് കഴിഞ്ഞ സാഹചര്യത്തിൽ എന്ത് വേണമെന്നുള്ളതാണ് ഇന്നലെ UDF ചർച്ച ചെയ്തത്. തന്നെയുമല്ല, കരിക്കുലത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഫ്രീഡം വേണം. അതുപോലെ തന്നെ വിദ്യാലയങ്ങളെ സെലക്ട് ചെയ്യുന്നതിൽ നമുക്ക് ഫ്രീഡം വേണം. തുടങ്ങിയിട്ടുള്ള ചില നിബന്ധനകൾ ആണ് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് മുമ്പിൽ വെക്കാൻ പോകുന്നത്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇന്നലെ UDF കൺവീനർ വിശദീകരിച്ചത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നു. ജബി ബേത്തറിനും അബ്ദുൾ വഹാബിനും കേന്ദ്രമന്ത്രി PMCയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടുണ്ടോ? ആ മറുപടി ഇന്ന് രാവിലെ ജോൺ ബ്രിട്ടാസ് പുറത്തുവിട്ടിരുന്നു. ആ മറുപടിയിൽ ജോൺ ബ്രിട്ടാസ് പറയുന്നത് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാം എന്ന തരത്തിലുള്ള മറുപടി നൽകിയിട്ടുണ്ട് എന്നാണ് ജോൺ ബ്രിട്ടാസ് പറയുന്നത്. എന്തുകൊണ്ട് ഈ കാര്യം ജോൺ ബ്രിട്ടാസ് പിണറായി വിജയനോട് പറഞ്ഞില്ല? പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം രാജ്യസഭാ മെമ്പറായിരുന്നു. അദ്ദേഹം എന്തുകൊണ്ട് അന്ന് അദ്ദേഹത്തിനോട് ചെവിയിലെങ്കിലും ഒന്ന് പറയാമായിരുന്നല്ലോ? പുറമേ പറയാനുള്ള ബുദ്ധിമുട്ട് കാണും അദ്ദേഹത്തിന്. ചെവിയിലെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നല്ലോ. അന്ന് അതൊന്നും പറയാതെ ഇത്രയും ഒപ്പിട്ട് അതിനുശേഷം കൂടുതൽ ആനുകൂല്യങ്ങളും വാങ്ങിച്ചിട്ട്, കേന്ദ്ര ഗവൺമെൻറ് സഹായം വാങ്ങിച്ചിട്ട് ഇപ്പം ഞങ്ങളുടെ തലയിലോട്ട് കയറണ്ട, ഞങ്ങളതിൽ ഇത് ഒപ്പിട്ട്. അല്ല, മറുപടി ആര് ചോദ്യം ചോദിച്ചാൽ മറുപടി കൊടുക്കുമല്ലോ. അന്ന് എന്തുകൊണ്ടാണ് ഇത് ജോൺ ബ്രിട്ടാസിന് ഇത് അറിയാതെ? അദ്ദേഹം MP അല്ലേ. അദ്ദേഹം എന്തുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ഈ കാര്യം പറഞ്ഞില്ല? അപ്പോൾ ഒപ്പിട്ടു, എല്ലാം അംഗീകരിച്ചു, അത് SSA ഫണ്ടും വാങ്ങിച്ചു, മറ്റ് ആനുകൂല്യങ്ങളും വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങളുടെ ഗവൺമെൻറ് വന്നപ്പോൾ ഞങ്ങളുടെ തലയിൽ ഇത് വെക്കണ്ട, അതിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്.